മലയാള സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരുടെ കരുത്തുറ്റ സംഘടനയായ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയും പ്രശസ്ത സംവിധായകനുമായ ബി ഉണ്ണികൃഷ്ണൻ പ്രമുഖ നടൻ ബിജു മേനോനെതിരെ പരസ്യമായി രംഗത്തെത്തിയത് വലിയ വാർത്താ പ്രാധാന്യമാണ് നേടിയിരിക്കുന്നത്. സിനിമ പൂർത്തിയാക്കിയ ശേഷം അതിന്റെ പ്രചാരണ പരിപാടികളിൽ നിന്നും താരം വിട്ടുനിൽക്കുന്നുവെന്നതാണ് പ്രധാന ആരോപണം. ഇതൊരു വ്യക്തിപരമായ തർക്കത്തിനപ്പുറം നിർമ്മാതാവിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന പ്രവണതയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സിനിമയുടെ വിജയത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഇന്ന് പ്രമോഷനുകൾ. മുൻപൊക്കെ സിനിമ റിലീസ് ചെയ്ത ശേഷം ജനങ്ങൾ തിയേറ്ററിലേക്ക് വരുന്നത് കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് റിലീസിന് മുൻപേ സിനിമയെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. പല സാറ്റലൈറ്റ് OTT കരാറുകളിലും താരങ്ങൾ പ്രമോഷനിൽ പങ്കെടുക്കണമെന്ന നിബന്ധനയും ഉണ്ടാകാറുണ്ട്. ബിജു മേനോന്റെ കാര്യത്തിൽ അദ്ദേഹം പ്രമോഷന് സഹകരിക്കാത്തത് മൂലം ചാനലിൽ നിന്നും നിർമ്മാതാവിന് ലഭിക്കേണ്ട തുകയിൽ 25 ലക്ഷം രൂപയുടെ കുറവുണ്ടായെന്നാണ് ബി ഉണ്ണികൃഷ്ണൻ വെളിപ്പെടുത്തിയത്. ഒരു സിനിമ നിർമ്മിക്കാൻ കോടികൾ ചെലവാക്കുന്ന നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം 25 ലക്ഷം രൂപ എന്നത് വലിയൊരു തുകയാണ്. കരാർ പ്രകാരം പ്രമോഷൻ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ താരം ബാധ്യസ്ഥനാണ്. തനിക്ക് സിനിമ പ്രൊമോട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്ന് എഴുതി ഒപ്പിട്ട ശേഷം അത് ലംഘിക്കുന്നത് ഒരു പ്രൊഫഷണൽ സമീപനമല്ലെന്ന് ഉണ്ണികൃഷ്ണൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രത്തിലും ബിജു മേനോൻ സമാനമായ രീതിയിൽ പ്രൊമോഷൻ പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നതായി ആരോപണമുണ്ട്. മുൻനിര സംവിധായകരും മികച്ച പ്രൊഡക്ഷൻ ബാനറുകളും വരുമ്പോൾ പോലും താരങ്ങൾ ഈ രീതിയിൽ പെരുമാറുന്നത് സിനിമയുടെ മാർക്കറ്റിംഗിനെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. സിനിമയുടെ ക്രിയേറ്റീവ് വശങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അത് വിപണിയിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്തം കൂടി അഭിനേതാക്കൾ ഏറ്റെടുക്കണമെന്നാണ് ഫെഫ്കയുടെ നിലപാട്. ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തമ്മിലുള്ള പുതിയ കരാർ സിനിമയിലെ വേതന വ്യവസ്ഥകളും ജോലി സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി ഫെഫ്കയും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തമ്മിൽ പുതിയ കരാറുകളിൽ ഒപ്പിട്ടു. 3.5 വർഷത്തിന് ശേഷമാണ് ഈ കരാർ പുതുക്കുന്നത്. മലയാള സിനിമയിലെ തൊഴിൽ സംസ്കാരത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ കരാറിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെയുള്ള കരാറുകൾ പ്രധാനമായും നിർമ്മാതാവ്, സംവിധായകൻ, പ്രൊഡക്ഷൻ കൺട്രോളർ എന്നിവർക്കിടയിലായിരുന്നു. എന്നാൽ പുതിയ പരിഷ്കാര പ്രകാരം അഭിനേതാക്കളെയും ഈ കരാറിന്റെ ഭാഗമാക്കണമെന്ന് ഫെഫ്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിനിമയുടെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരും വലിയ പ്രതിഫലം പറ്റുന്നവരുമായ അഭിനേതാക്കൾക്ക് സിനിമയുടെ കൃത്യസമയത്തുള്ള പൂർത്തീകരണത്തിലും ലാഭനഷ്ടങ്ങളിലും ഉത്തരവാദിത്തമുണ്ടെന്ന് സംഘടന കരുതുന്നുണ്ട്. സാങ്കേതിക പ്രവർത്തകരുടെ ജോലിഭാരം കുറയ്ക്കുന്നതിനായി വിപ്ലവകരമായ മാറ്റമാണ് കരാറിൽ വരുത്തിയിരിക്കുന്നത്. നിലവിലുള്ള 16 മണിക്കൂർ ജോലി സമയം 12 മണിക്കൂറായി കുറച്ചു. നിശ്ചയിച്ച സമയത്തിന് ശേഷം ജോലി ചെയ്യേണ്ടി വന്നാൽ അവർക്ക് അധിക വേതനം നൽകണം. ഈ മാറ്റം താഴെത്തട്ടിലുള്ള സാങ്കേതിക പ്രവർത്തകർക്ക് വലിയ ആശ്വാസമാകും. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രതിഫലം വാങ്ങുന്ന എല്ലാ നടീനടന്മാരും ഈ പുതിയ കരാറിന്റെ പരിധിയിൽ വരണമെന്ന് ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. തങ്ങളുടെ വേതനത്തിന്റെ കാര്യത്തിൽ കാണിക്കുന്ന 10% കർക്കശ്യം പോലും സിനിമയുടെ പ്രചാരണത്തിലോ ഷൂട്ടിംഗ് കൃത്യസമയത്ത് തീർക്കുന്നതിലോ താരങ്ങൾ കാണിക്കുന്നില്ല എന്ന് അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. സിനിമയുടെ ബജറ്റ് ഉയരുന്നതിനും ചിത്രീകരണം വൈകുന്നതിനും പലപ്പോഴും താരങ്ങളുടെ അച്ചടക്കമില്ലായ്മ കാരണമാകാറുണ്ട്. എന്നാൽ ഇതിന്റെ പഴി കേൾക്കേണ്ടി വരുന്നത് സാങ്കേതിക പ്രവർത്തകരാണെന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ഫെഫ്ക വ്യക്തമാക്കി. മലയാള സിനിമാ വ്യവസായം വലിയൊരു പരിവർത്തനത്തിലൂടെ കടന്നു പോവുകയാണ്. സിനിമകൾ പരാജയപ്പെടുന്നതും OTT പ്ലാറ്റ്ഫോമുകൾ കർശനമായ നിബന്ധനകൾ വെക്കുന്നതും നിർമ്മാതാക്കളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ താരങ്ങൾ കേവലം അഭിനയിച്ചു തീർക്കുന്നവർ മാത്രമല്ല, സിനിമയുടെ വിജയത്തിനായി നിർമ്മാതാവിനൊപ്പം നിൽക്കേണ്ടവർ കൂടിയാണെന്ന സന്ദേശമാണ് ബി ഉണ്ണികൃഷ്ണന്റെ വാക്കുകൾ നൽകുന്നത്. പുതിയ കരാർ വരുന്നതോടെ പ്രൊമോഷൻ പരിപാടികളിൽ സഹകരിക്കാത്ത താരങ്ങൾക്കെതിരെ നിയമപരമായും അല്ലാതെയുമുള്ള നടപടികൾ സ്വീകരിക്കാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് സാധിക്കും. ഇത് സിനിമയുടെ സുഗമമായ നിർമ്മാണത്തിനും വിതരണത്തിനും ഗുണകരമാകുമെന്നാണ് കരുതപ്പെടുന്നത്. താരങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ മാത്രമേ മലയാള സിനിമയ്ക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കൂ.